വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അതെങ്ങനെയാണ് ഞാൻ നിൽക്കുന്ന ഓസ്ട്രിയ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യത്ത് ചെയ്യുന്നത് എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം നമ്മളെ നാട്ടിനേക്കാളും നല്ലതാണെന്നോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർ അടിപൊളിയാണെന്നോ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല. ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ രാജ്യത്ത് എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവിടെ പ്ലാസ്റ്റിക്കിനെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ വേസ്റ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ പ്രോപ്പറായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പല ആൾക്കാർക്കും അത് നന്നായിട്ട് അറിയുകയും ചെയ്യാൻ ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം, നമ്മളിവിടെ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ കുപ്പികൾ തിരിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്നുള്ളത്. അതെങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ 1 ലിറ്റർ വെള്ളം മേടിക്കുന്നു, നമ്മൾ ഒരു കുപ്പി പെപ്സി മേടിക്കുന്നു, 40 രൂപയാണ് പെപ്സിയുടെ വില എന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് 20 രൂപ അവർ എക്സ്ട്രാ എടുക്കും. അതായത് 40 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 20 രൂപ എക്സ്ട്രാ കൊടുക്കണം ഒരു കുപ്പി വെള്ളം മേടിക്കുന്ന സമയത്ത്. എന്നാൽ ഈ ഒരു കുപ്പി ഞാൻ കൊണ്ടുപോയി ഇത് കുടിച്ചതിന് ശേഷം ഞാൻ ഈ കുപ്പി വലിച്ചെറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ആ 20 രൂപ എനിക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ആ ഞാൻ വലിച്ചെറിയുന്ന കുപ്പി വേറൊരാളാണെങ്കിലും എടുത്തുകൊണ്ട് ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട് കൊടുത്താലും മതി. അതായത് ഞാനിപ്പോൾ മേടിക്കുന്ന വെള്ളക്കുപ്പി, ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിയെന്ന് വെച്ചു, ആ വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ അത് ബ്രാൻഡ് ചെയ്തേക്കുന്നത് ഒരു കമ്പനിയുടെ ബ്രാൻഡിങ് ഇനി അവിടെ മാത്രം ഉള്ളതാണെങ്കിൽ പോലും ഇത് എവിടെ വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യും ഈ ഒരു കുപ്പി. അതായത് ഏത് മറ്റ് സൂപ്പർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും എനിക്കിത് തിരിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 20 രൂപ തിരിച്ചു കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം, ഒരു മെഷീൻ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ATM പോലുള്ള മെഷീൻ. അതിനകത്ത് നമുക്ക് കുപ്പി ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം. ആ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് എത്ര രൂപയാണോ നമ്മൾ അവിടേക്ക് കൊടുത്തിട്ടുള്ളത്, അതായത് എത്ര കുപ്പി, 10 കുപ്പിയാണെന്നുണ്ടെങ്കിൽ 20 രൂപ വെച്ച് 200 രൂപ കിട്ടും. അങ്ങനെയാണ് ആ ഒരു സിസ്റ്റം വർക്ക് ആവുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാൽ പോലും ഇത് ഇങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാ കുപ്പിക്കും പൈസ തിരിച്ചു കിട്ടത്തില്ല. നമ്മൾ ഡെപ്പോസിറ്റ് ഉള്ള കുപ്പികൾ മാത്രമേ പൈസ തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പം ഇവര് എന്താണ് ഈ ഒരു ഫണ്ട് ഇത് ക്ലിയർ പ്രോപ്പറായിട്ട് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ബോട്ടിലിന്, അതായത് പൊട്ടുന്ന കുപ്പികൾക്കും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പികൾക്കും ഉണ്ട്, ക്യാനിനും ഉണ്ട്, അതായത് അലൂമിനിയം ക്യാനുകൾക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഹെൽപ്പ് ഉണ്ട് ആൾക്കാർക്ക്, മനസ്സിലാവുന്നത്. അതായത് അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ വേസ്റ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീടുകളിലാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ വേസ്റ്റ് സെപ്പറേഷൻ്റെ ഒരു സംഭവം കാണിച്ചു തരാം. അതായത് ഈ ഒരു വേസ്റ്റ്, ഈ ഒരു ബിന്ന്, ഇതിൻ്റെ അകത്ത് റെസ്റ്റ് മുള്ളെന്ന് പറയും. അതായത് സാധാരണ നമ്മുടെ വേസ്റ്റുകൾ സെപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ചില വേസ്റ്റുകൾ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഈ റെസ്റ്റ് മുള്ളെന്ന് പറയും. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ഈ പാലിൻ്റെ നമ്മൾ ഈ പാക്കിങ്ങുകളില്ലേ, അതായത് പേപ്പറിൽ വരുന്ന പാക്കിങ്ങുകളുണ്ട്, അതെല്ലാം പ്ലാസ്റ്റിക് ആയിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ പേപ്പർ വേസ്റ്റുകളാണ്. പിന്നെ ഉള്ള അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റുകൾ, നമ്മൾ ബയോ ആയിട്ടുള്ള വേസ്റ്റുകളെല്ലാം ഈ ഒരു ബിന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ്. അപ്പം അത് അങ്ങനെയാണ് സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ കാണിച്ചു തരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യാൻ ആളുകൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതായത് ഇത് പൂർണ്ണമായിട്ടും എല്ലാ ആൾക്കാരും വേസ്റ്റ് മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരൊന്നുമല്ല. ചില ആൾക്കാരുടെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. സോ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് സെപ്പറേഷൻ ചെയ്ത് അതിനെ സംസ്കരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ബേസിക്കലി ഏതെങ്കിലും ഒരു റെസിഡൻഷ്യൽ ഏരിയ, അതായത് റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്ക് ഇത് കുറച്ചും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഒരു സറൗണ്ടിങ്സിൽ ജീവിക്കുന്ന ഇത്ര നമ്പേഴ്സ് ഓഫ് ഉള്ളൊരു വീടുകളുണ്ട്, അല്ലെങ്കിൽ അതിനെ എടുത്തിട്ട് ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ഇത് എല്ലായിടത്തും ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഈ വീഡിയോ ഏതെങ്കിലും ഒഫീഷ്യൽസ് കാണുവാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇവിടുത്തെ വേസ്റ്റ് സെപ്പറേഷനും വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ
ഇവിടെയുള്ള ഓസ്ട്രിയയിലുള്ള അതോറിറ്റീസുമായിട്ട് എനിക്ക് നിങ്ങളെ കണക്ട് ചെയ്ത് തരാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് സംസാരിച്ചു ആൾക്കാരോട്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവിടുത്തെ NGOs ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യാൻ, ഇന്ത്യയിൽ വന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന NGOs ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് നല്ല പ്രോപ്പർ ആയിട്ടുള്ളൊരു കളക്ഷൻ, അതായത് ഇവിടെ വീട്ടിൽ മാത്രം ഇങ്ങനെ ചെയ്തു വെച്ചാൽ പോരല്ലോ, ഈ സാധനം കൊണ്ടിടാനും ഉള്ള സംവിധാനം വേണമല്ലോ. വേസ്റ്റ് എവിടെയൊക്കെയാണോ നിക്ഷേപിക്കേണ്ടത്, അതായത് നമ്മുടെ നാട്ടിൽ വേസ്റ്റ് സെപ്പറേഷൻ ചെയ്ത് പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ശരിയാണ്, നമുക്ക് ഇവർ ഹരിതകർമ്മ സേന വീട്ടിൽ വരുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് പൂർണ്ണമായിട്ടും വേസ്റ്റ് സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഇത് ഇവിടെ നടക്കത്തില്ല. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്റ്റിക് മാത്രമാണ് വേസ്റ്റുകളായിട്ട് കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ വേസ്റ്റുകൾ തന്നെയാണ്. ഇതെല്ലാം വേസ്റ്റുകൾ. അതായത് ഇപ്പോൾ കുപ്പിയാണെന്നുണ്ടെങ്കിലും ബാറ്ററിയുടെ കാര്യം പറഞ്ഞുതരാം. ഈ ബാറ്ററി ഇത് ഞാൻ യൂസ് ചെയ്ത ബാറ്ററിയാണ്. ബാറ്ററികൾ ഒരിക്കലും സാധാരണ വേസ്റ്റിൽ ഇടത്തില്ല. കാര്യം സാധാരണ ഒരു വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ഇത് വരും, കത്ത് വരും, ഇത്ര രൂപ ഫൈൻ അടച്ചു. കാര്യം ബാറ്ററികളെല്ലാം നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ കിയോസ്കുകൾ അവിടെ നമ്മൾ റിട്ടേൺ കൊണ്ടിടണം. കാര്യം പിന്നെ വലിയ വലിയ ഫർണിച്ചറുകൾ, വലിയ നമ്മുടെ ബെഡ്, അങ്ങനെയുള്ള വേസ്റ്റൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ വേറൊരു സംഭവം ഉണ്ട്. അതായത് നമ്മളുടെ സ്പെർമുള്ളെന്ന് പറയും. അതായത് വലിയ സാധനങ്ങൾ, മുള്ളെന്ന് പറഞ്ഞാൽ വേസ്റ്റ് എന്നാണ് കേട്ടോ. വലിയ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. അവിടെ കൊണ്ടുപോയണം അതിടാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ഇവിടെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്താണ് അറിയണമെന്ന് ആഗ്രഹമുള്ളത് എന്നൊരു കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഒരു വേണമെങ്കിൽ ഒരു വലിയൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം.